അങ്ങനെ നമ്മൾ 4 പേരുടെ ലണ്ടൻ വിശേഷത്തിലേക്ക് പോകാം. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ലണ്ടൻകാര് നാട്ടിലും നമ്മൾ ഇന്ത്യക്കാര് ലണ്ടനിലേക്കും പോവുകയാണ്. അമ്മണി, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ആണോ? ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഹീത്രോ എയർപോർട്ടിലെത്തി. ഇവിടെ ആദ്യം അമ്മയും അമ്മണി എവിടെ? അമ്മണി ഇതേ അമ്മണി ഫുൾ എൻജോയ്മെന്റ് ആണ്, ഒരു രക്ഷയില്ല. അപ്പൊ വിശേഷം വഴിയെ വരും. ലണ്ടൻ നല്ല തണുപ്പുണ്ട്. ഇവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല അടിപൊളി തണുപ്പ്. ഇപ്പൊ റെസ്റ്റോറന്റിൽ കയറിയിട്ട് വിശേഷം. ഞങ്ങൾ അങ്ങനെ ന്യൂ കാസലില് ഗൗതമിന്റെ വീട്ടിലെത്തി. ഒരു ലോങ് ജേർണി കഴിഞ്ഞ് വന്നതിന്റെ ഒരു ആശ്വാസത്തിൽ ഇതേ രണ്ടും കൂടെ ഇരിക്കുകയാണ്. അമ്മണി അതിൽ നിന്ന് ഇവിടെ കിടക്കൂ, ചേച്ചി അമ്മയും കൂടി ഈ റൂമിൽ കിടക്കാം. ഓക്കെ. എന്റെ അമ്മേ, ഷൂ ഭ്രാന്തനാണ് ഗൗതം. അവന്റെ ഷൂ കളക്ഷൻ. ഇത് ദാസനെയും വിജയനെയും പണ്ട് അമേരിക്കയിൽ കൊണ്ടുപോയതുപോലെയാണ് ഇപ്പൊ ആദ്യയുടെ കാര്യം. ഇവിടെ കാല് ചവിട്ടുന്നത് വരെ ഡീസന്റ് ആയിരുന്നു രണ്ടുപേരും. ആ ഒരു കണ്ടീഷനിലാണ് കൊണ്ടുവന്ന് അടി ഉണ്ടാക്കൂല, ബഹളം ഉണ്ടാക്കൂല. പക്ഷെ ഇപ്പൊ വന്നപ്പോ നോക്കൂ. I am ready to explore and അമ്മണി ഓൾസോ റെഡി. അമ്മണിക്ക് വേറൊരു സാധനം ഉണ്ട്, അത് കാണിച്ചു തരാവേ. എവിടെ? ഇതുണ്ടോ? കാര്യം അമ്മണി എവിടെയെങ്കിലും പോയി ഇങ്ങനെ തുള്ളി നിൽക്കും. അത് കാരണം അമ്മണിയെ മിസ്സാകാതിരിക്കാൻ വേണ്ടി ഒരു ചരടും കെട്ടി വിട്ടിട്ടുണ്ട്. ആദ്യക്കുട്ടൻ ഇസ് ഓൾസോ ഹിയർ. അമ്മ ദേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കീയും ഉണ്ട്. അമ്മണിയെ തുറന്നു വിടാനുള്ള കീ. മഴയുടെ നല്ല ലക്ഷണം ഉണ്ടല്ലേ ഇന്ന്. The city is very beautiful. പക്ഷെ ഗ്രീനറി ഇല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട്. കാര്യം വിന്റർ ആയപ്പോ എല്ലാ ചെടിയും പോയി. പിന്നെ പൊതുവേ ഇവിടെ എപ്പോഴും മഴയാണ്. അത് കാരണം എപ്പോഴും മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ മഞ്ഞ്. നമ്മളിപ്പോ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഫ്യൂവൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കണ്ടോ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഹാരി പോട്ടറിന്റെ ഷൂട്ടിംഗ് നടന്ന എല്ലായിടവും അതിൽ കാണാൻ പറ്റും. ബിക്കോസ് വിന്റർ ആയതുകൊണ്ട് കുറച്ചൊക്കെ ക്ലോസ് ചെയ്തു. ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പൊ ആ ഏരിയയിലേക്ക് അഭിഷേകും ആദ്യം അമ്മണി എവിടെ? അമ്മയും ഒക്കെ. ദ ഗ്രേറ്റ് ഡറം കാസിൽ 1414 അപ്പൊ തുടങ്ങിയതാണ് ഈ സ്കൂൾ, ഗ്രാമർ സ്കൂൾ. ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഈ സ്റ്റോണൊക്കെ നമുക്ക് തൊട്ടാൽ അറിയാം. ഇങ്ങനെ എന്താണ് ശരിക്കും ഈ കരിങ്കല്ലും പിന്നെ നമ്മുടെ എന്തൊക്കെയോ ചെങ്കല്ലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്കൂൾ. നമുക്ക് അതിന്റെ അകത്ത് കയറാം, ഫ്രീ എൻട്രിയാ. ഇത് ഹാരി പോട്ടറിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് എടുത്ത ഭാഗമാണിത്. ഇവിടുത്തെ ദർഹം യൂണിവേഴ്സിറ്റിയില് ഗ്രാജുവേഷൻ നടക്കുമ്പോൾ എല്ലാവരും ഗ്രാജുവേഷന്റെ സമയം ഇരിക്കുന്ന ചെയേഴ്സും അവരുടെ ബെഞ്ചും ഒക്കെയാണ്. ആൻഡ് ഇൻസൈഡ് ദിസ് ഏരിയ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഫുള്ള് വുഡൻ കാർവിംഗ് ആണ് കൂടുതലും. എന്നിട്ട് ഇതിന്റെ റൂഫ് എന്ന് പറഞ്ഞാൽ എത്ര അടി ഹൈറ്റ് ആണെന്ന് എനിക്കറിയണം. മേ ബി ഒരു 5 to 6 ഫ്ലോർ ഹൈറ്റിനാണ് ഇതിന്റെ റൂഫ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ആ കത്തീഡ്രലിന്റെ ഭാഗമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഓരോ കാർവിങ്സും ഓരോന്നും കാണാൻ നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത്. എല്ലാം വുഡിലും സ്റ്റോണിലുമാണ് ചെയ്തേക്കുന്നത് കൂടുതലും. നമ്മൾ ദേ ആ താഴെ കാണുന്ന ലേക്കിലേക്ക് ഈ വഴി പോവാ. ഇപ്പം തുടക്കം കാണാതെ വേണ്ട പോലെ ഇവിടെ തെന്നുവിടാം. ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. എത്രത്തോളം ക്യാമറ കിട്ടുമെന്ന് അറിയണത്. ഇതൊക്കെ എന്ത് രസമാണ് ഈ വീട് പോലെ. ഇത് ഇവിടുത്തെ ഒരു ഹോം മെയ്ഡ് മാർക്കറ്റ്, ക്രിസ്മസ് മാർക്കറ്റ് ആണ്. അതിലിവിടെ ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ ഇവരിവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. കേക്കും വൈനും
എല്ലാം ദേ ഇവിടെ കേക്ക്, വൈൻ, പിന്നെ ഒരുപാട് സാധനങ്ങൾ. അതേ ക്രിസ്മസിന്റെ ഡെക്കേഴ്സ്, അല്ലാതെ സെറാമിക് പോട്ട്സ്, അങ്ങനെയൊക്കെ. ഇവിടെ നമ്മൾ തണുത്തിട്ടില്ല, ഇങ്ങനെ കൈ പുറത്തെടുക്കാൻ വയ്യ, എന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തതാ. നമ്മളൊരു വാട്ടർഫോളിലേക്ക് പോവാ. ദൈവമേ, ഭയങ്കര തണുപ്പ് അല്ലേ. അതൊരു കൺട്രി സൈഡിലാണ് ഈ വാട്ടർഫോൾ വരുന്നത്. തണുപ്പെന്ന് പറഞ്ഞത് അമ്മണി. ഇനി ഞാനൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഗൗതം നാട്ടിലും ഞങ്ങള് UK എത്തിയത്. ഗൗതം നാട്ടില് ചുമ്മാ വെക്കേഷൻ വന്നതാ. അപ്പൊ ചുമ്മാ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയപ്പോഴാണ് അവനൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് കണ്ടത്. അപ്പൊ ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് അവന് കുറച്ച് ദിവസം നാട്ടിൽ നിൽക്കേണ്ടി വരും, ലൈക്ക് 1 to 2 months. അങ്ങനെ അവൻ നാട്ടിലും പെട്ടു. ഞങ്ങള് UK പോകാനുള്ള ടിക്കറ്റും വിസയും ഒക്കെ നേരത്തെ എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ അത് മാറ്റിയതുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ മാത്രം UK ഗൗതം നാട്ടിലും പാപ്പു നാട്ടില്. ഇത് കണ്ടു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടെ, ഈ വെള്ളമില്ലേ ഫുൾ ഇങ്ങനെ ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറാണ്. അത് അഴുക്കായിട്ട് കിടക്കുന്നതല്ല, അതിന്റെ അടിയിലത്തെ മണ്ണും പിന്നെ റോക്കിന്റെയും ഒക്കെ ഒരു എഫക്റ്റ് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുക. ഭയങ്കര ഫെർട്ടൈൽ സോയിലാണ്, എല്ലായിടവും ബ്ലാക്ക് കളറിൽ അങ്ങനത്തെ രീതിയിലെ സോയിൽ. ഇതൊരു കാട് പോലത്തെ ഒരു വഴി കൂടെ പോവാ. ഈ മരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹോണ്ടഡ് ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് ഈ മരം ഒക്കെ കാണുമ്പോൾ. We are going inside the largest cosmetic shop in the world. അതായത് ഞങ്ങൾ ലോകത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. സ്കിൻ ലൈക്ക് ഫിനിഷ് ഉള്ള ഫൗണ്ടേഷൻസ് ആണ്, അടിപൊളി. ഫൗണ്ടേഷൻ ഇട്ടു എന്ന് കൂടി അറിയത്തില്ല. കുറെ സാധനങ്ങൾ അതെ, കുറെ സാധനങ്ങൾ മിക്സ് ഇട്ടിട്ടുണ്ട്, മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. Day 3 in UK സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ക്രിസ്ത്യൻ ഡയറിന്റെ പാക്കേജിങ് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി പാക്കേജിങ് ആണ്. ആൻഡ് നെക്സ്റ്റ് പാക്കേജ് അടിപൊളിയാണ് കണ്ടോ. അവരുടെ കിഡിലും പാക്കേജിങ് കാണാൻ നല്ല ഭംഗിയാ. പിന്നെ ഇത് ഫുള്ള് സാധനങ്ങളാണ്. ദിസ് ഈസ് ഓൾ ഫോർ മൈ പേഴ്സണൽ യൂസ്. എൻ്റെ അമ്മയുടെയും പേഴ്സണൽ യൂസിന് വേണ്ടി ഞങ്ങൾ മേടിച്ച പ്രോഡക്ട്സ് ആണ് ഡിയോറിന്റെ. ഇനി അത് മാത്രമല്ല, ദിസ് ഇസ് another thing. എവിടെ ഇത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കോംപ്ലിമെന്ററി ആയിട്ട് ഗിഫ്റ്റ് തന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഡിയോറിന്റെ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്ത് ഇങ്ങനെയുണ്ട് എന്നൊക്കെ ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പൊ ഇനി Day 3 വിശേഷങ്ങൾ വഴിയേ വരും. ഡിയോറൊക്കെ ഇല്ലേ, നമ്മള് അതിന്റെ ഭംഗിയിലാണ് വീണു പോകുന്നുണ്ടാവും. ലിപ്സ്റ്റിക്കിന്റെ ഒരു പാക്കേജ് നോക്കി എന്തൊരു ഭംഗിയാ, എന്റെ ദൈവമേ കിടില്ല. അപ്പൊ ഞാൻ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദരിയാകാൻ പോവാണ്. യെസ്, ദിസ് ഇസ് മൈ ഷെയ്ഡ്. ഞങ്ങളിതേ നമ്മുടെ ഡ്രൈവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മയുണ്ട്. അമ്മക്ക് ക്ഷീണിച്ചെന്ന് തോന്നുന്നു, തണുപ്പടിച്ച് ക്ഷീണിച്ചതാണ്. ഇന്ന് നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? സ്കോട്ട്ലൻഡ്, ടു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. സ്നോ. സ്കോട്ട്ലൻഡിലെ ബിൽഡിങ്ങിനും ഇംഗ്ലണ്ടിലെ ബിൽഡിങ്ങും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഐ മീൻ ദ ഹൗസസ്, അവിടുത്തെ കൺസ്ട്രക്ഷന്റെ ഒരു രീതി വേറെ, ഇവിടെ വേറെ. സ്കോട്ട്ലൻഡില് ഒരു എൻഡിലാണ്, അതായത് ലാസ്റ്റ് ടൗണിലാണ് നമ്മൾ ഈ പോട്രി എന്ന് പറയുന്ന ഒരു ഏരിയയിലെ ലാസ്റ്റ് ടൗണിലാണിത്. അവിടെ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ്. ഹോട്ടലിൽ നിന്ന് നേരെ ഡോറ് തുറന്നാൽ നേരെ കാണുന്ന ഇങ്ങനെ കുറേ ഹോട്ടൽസും റൂംസും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതിൽ നിന്ന് നേരെ റൂം തുറന്നാൽ കാണുന്നതാണ് ഈ വ്യൂ. ഭയങ്കര തണുപ്പ്, പല്ലിങ്ങനെ കിടകിടാതിരിക്കുന്നുണ്ട്. ആലിപ്പഴം വരക്കാം. ഇവിടെ ഇത് ഫുൾ ഹെയിൽ സ്റ്റോം ആണ്, ഇങ്ങനെ കല്ല് പോലെ നമ്മുടെ ഗ്ലാസിന്റെ ഫ്രണ്ടിലൊക്കെ വന്ന് വീണോണ്ടിരിക്കുവാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. എത്ര ഡ്രസ് ഇട്ടിട്ടുണ്ടെന്ന് കാണാം. ഇപ്പം നമ്മുടെ വെയിറ്റ് ചെയ്യുന്ന ഒരു +5 kg എങ്കിലും മിനിമം കാണും കേട്ടോ. ഒരു തെർമൽ, പിന്നെ അതിന്റെ പുറത്തൊരു അല്ലാത്ത ഡ്രസ്സ്, പിന്നെ ഒരു സ്വെറ്റർ, പിന്നെ ഒരു റെയിൻ കോട്ട്, പിന്നെ ഹുഡി, എല്ലാം കൂടെ ആയിട്ട് ആദ്യം അമ്മണിയൊക്കെ കണ്ടോ. അമ്മണിക്ക് ഡബിൾ സൈസ് ആയി ഇപ്പോ.
ആദ്യകുട്ടൻ, അമ്മ എല്ലാവരും ഡബിൾ സൈസിലായിട്ട് ഇരിക്കുകയാണ്. അഭിഷേക് മാത്രം വലിയ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഇല്ലാതെ ഇരിക്കുന്നു. സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ആണ് ഫാം ലാൻഡ് വരുന്നത്. ഞങ്ങൾ UK ഹൈ റൈസ് ബിൽഡിങ്സ് മാത്രമല്ല, UK മൊത്തം എക്സ്പ്ലോർ ചെയ്യാനാണ്. അതിനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. മണിക്കുട്ടിക്ക് എന്താ പറയാ? നല്ല കാറ്റ്, നല്ല തണുപ്പ്. ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇവിടെ പശുക്കളുടെ ദേഹമൊക്കെ മൊത്തം ഫറാണ്. ഈ ഷീപ്പ് പോലെ തന്നെ ഇതിന്റെ ദേഹവും ഫർ. ശരിക്കും പറഞ്ഞ ഒരു ബെയറിനെ പോലെ ഇരിപ്പുണ്ട് അതിനൊക്കെ കാണാൻ. നല്ല വ്യൂ അല്ലേ, ബാക്കിൽ നിന്ന് സണ്ണും നല്ല തണുത്ത കാറ്റും. നമ്മളിപ്പോ ഒരു ഡിസ്ലറിയിലേക്ക് പോവാണ്. ആ ഡിസ്ലറിന്ന് ടാലിസ്കർ. ഈ ഒഴുകി പോകുന്ന വെള്ളം ഉപയോഗിച്ചാണ് ടാലിസ്കർ വിസ്കി ഉണ്ടാക്കുന്നത്. ഇവിടെ സീ വാട്ടർ ആണ് ഡിസ്റ്റിൽ ചെയ്തിട്ട് എടുക്കുന്നത്. അതായത് മലയിൽ നിന്ന് ഒഴുകി നേരെ കടലിലേക്ക് ഈ വെള്ളമാണ് ഒഴുകി പോകുന്നത്. ഈ വെള്ളത്തിന് ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് ടാലിസ്കർ വിസ്കിയിൽ ബോട്ടിൽ ചെയ്ത് വരുന്നത്. ഇത് 4 ലക്ഷം രൂപയുടെ വിസ്കിയാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒന്ന് കാണാനെങ്കിലും പറ്റിയല്ലോ, ഒന്ന് തൊട്ട് നോക്കാം. യെസ്, എന്ത് കഷ്ടമാണോ ഒന്ന്. നല്ല ബ്യൂട്ടിഫുൾ നാടാണ്, പക്ഷെ 2-3 മണിക്കൂറേ വെട്ടമുള്ളൂ. പെട്ടെന്ന് അങ്ങ് ഇരുട്ടി എല്ലാം അങ്ങ് പോവും. രാവിലെ 9 മണിക്ക് നേരം വിളക്കും. ഒരു 2:30-3 ആവുമ്പോ സൂര്യൻ പാക്ക് ചെയ്യും. ഇഷ്ടായോടാ അമ്മിനി? കൊള്ളാമോ? ഫുള്ളി കവേർഡ് വിത്ത് സ്നോ. അങ്ങനെ അമ്മണിക്ക് അധികം സന്തോഷായി ഇല്ലേടാ? -3 ഡിഗ്രി സെൽഷ്യസ്. അമ്മിനി, സ്നോ എങ്ങനെയുണ്ട്? എടാ എങ്ങനെയുണ്ട്? ഇഷ്ടമല്ല. നമ്മൾ എഡിൻബറോ സൂവിലേക്കാണ് പോകുന്നത്. 2500 ആനിമൽസ് ഉണ്ടെന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. ഇവിടെ നടന്ന് നമ്മൾ ശരിയാകും എന്നും പറയപ്പെടുന്നുണ്ട്. എന്റെ കൂടെ ഉള്ള 2 ആനിമൽസ് ഉണ്ട്, ഒരു മങ്കിയും ഒരു ഡോങ്കിയും. ആ ഡോങ്കിയും മങ്കിയും കൊണ്ട് വേണം ഈ വഴി കൂടെ നടന്നു പോകേണ്ടത്. To the zoo. Okay. ചെറിയ മങ്കി, അമ്മയെ പോലെ ഇരിക്കുന്നു അമ്മനെ. തീരെ കുഞ്ഞത് ഇതുവഴി കേറി ഈ ഒരു പീസ് വഴി അമ്മമാര് ഇപ്പുറത്തേക്ക് വരും. അടുത്ത് ഇങ്ങോട്ട് ചാടും. അതാണ് അമ്മയുടെ കളി. ഈ ടൈഗറിന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. അമ്മയുടെ ഈ കൊമ്പ് കണ്ടിട്ട് വേറെ ഏതോ ലയൺ. അവിടെ ഒരു ചിമ്പാൻസി കിടന്ന് ഉറങ്ങുന്നു. മുകളില് കുറെ പേര് ഫാമിലി ആയിട്ട് അവിടെ ഇരിക്കുന്നു. കളിയാക്കുന്നു, അമ്മയെ കളിയാക്കുന്നു. നമുക്കിവിടെ നമ്മുടെ ഫോട്ടോ എൻട്രി ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, ഇതുപോലെ പേഴ്സണലൈസ് ഫ്രെയിംസ് ഒക്കെ ഉണ്ടാക്കാം. ഓൾറെഡി അമ്മണി ആദ്യം ബോട്ടിൽ ഉണ്ടാക്കി. ഇതുപോലൊരു ഫ്ലാസ്ക്
ഞങ്ങള് എടുത്തു. നമ്മളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റും അങ്ങനെ റെഡിയാക്കി. -ഡിഗ്രിയിൽ ഐസ്ക്രീം. ആഹാ, തന്നോ എന്തും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. സോ യമ്മി. ഇത് എഡിൻബറ കാസിൽ. ഈ കാസിലെല്ലാം ബ്രൗൺ കളറിലെ സ്റ്റോൺസ് വെച്ചുണ്ടാക്കിയതാണ്. ഇപ്പോഴും ആളുള്ള എഡിൻബറ കാസിലാണ് ഇത്. ഇതിന്റെ താഴെ നോക്കിക്കുക, റോക്ക് ഫുൾ പൊട്ടി പൊട്ടി വീണ് കിടക്കുക. എങ്ങനെയാണോ അവരിവിടെ മനസ്സമാധാനത്തോടെ ഉറങ്ങുന്നത്. നമ്മൾ എഡിൻബറയില് വിക്ടോറിയ സ്ട്രീറ്റിലേക്കാണ് ഇപ്പൊ പോകുന്നത് കേട്ടോ. ക്രിസ്മസ് ലൈറ്റ്സ് ആണ് എല്ലായിടും ഓൺ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ താഴോട്ട് ചെല്ലുന്നവരും വീണ്ടും വീണ്ടും കാണാം. ഒട്ടും നടക്കാത്ത ആദി ഇത്രയും സ്റ്റെപ്പ് കയറി. ഇനി ബാക്കി കയറാൻ പോവാ. ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ്. ആക്ച്വലി നല്ല ഷിമ്മറി ആണ്. പക്ഷെ എന്നാല് കളർ അത്ര ലൗഡായിട്ട് നിക്കത്തുമില്ല. നല്ല ഷെയ്ഡ്. ലുക്ക്, ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ക്വിസീനും ട്രൈ ചെയ്തു. ഇറ്റാലിയൻ, കോണ്ടിനെന്റൽ, ബ്രിട്ടീഷ് ക്വിസീൻസ് എല്ലാം. അമ്മ വെജാണ്, അതാണ് ഏറ്റവും പാട്. ഡിഫിക്കൽട്ടാണ് അമ്മയുടെ ഡിഷസ് കിട്ടാൻ വേണ്ടി. ഇത് ഫുൾ വെജ് വെജ് വെജ്. അമ്മടി ആദ്യം പിന്നെ സ്ഥിരം ആദ്യം എവിടെ പോയാലും പാസ്ത എവിടെ പോയാലും അത് തന്നെയാണ്. bought something for Adi. അമ്മടിയുടെ ഗിഫ്റ്റ്സ് കാണിച്ചേ. കൊച്ചു കുട്ടികളുടെ ആക്സസറീസും ഫാൻസി ഐറ്റംസ് ഇല്ലേ, അവരുടെ പെൻസിൽ ബോക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉള്ള സ്ഥലമാണ്. ആണോ? ഞങ്ങളെ ഈ UK മുഴുവൻ കൊണ്ട് നടന്ന് എല്ലാം കാണിച്ചതാണ് അഭിഷേകാണ് കേട്ടോ. ഗൗതം പാപ്പുവിന്റെ ഫ്രണ്ടാണ്. താങ്ക് യു, ഇത്ര സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ താങ്ക്സ് എ ലോട്ട്. I'm eating the strawberry. Yummy, yummy. This is my mother. So healthy. അച്ഛൻ എന്റെ 3ാമത്തെ പല്ല് പോയി ട്രെയിനിന്റെ അകത്ത്. മെട്രോ ട്രെയിനിൽ വെച്ച്, ലണ്ടൻ മെട്രോയിൽ വെച്ച്. വെൽക്കം ടു കിങ് ക്രോസ് സ്റ്റേഷൻ, ലണ്ടൻ. യെസ്, ലോട്ട് ടു എക്സ്പ്ലോർ ഇൻ ലണ്ടൻ. ഇങ്ങനെ പല സ്റ്റൈലിലെ മുടി ചെയ്തിട്ടേക്കുന്ന ലേഡീസിനെ നമുക്ക് കാണാൻ പറ്റും. വളരെ സ്പീഡ് വാക്കേഴ്സ് ആണ് ബ്രിട്ടീഷേഴ്സ്. അത് മാത്രമല്ല അവരെല്ലാത്തിനും ഭയങ്കര സ്പീഡാണ്. ഹെഡിങ് ടു ബ്രിട്ടീഷ് മ്യൂസിയം. ഈ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ രസകരമായ ഒരു സംഭവം ഉണ്ട്. ഇവരുടെ പൂർവികര്, അതായത് റോയൽ ഫാമിലിയിലുള്ളതും അല്ലാതെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും പലതരം അസുഖങ്ങൾ വന്ന് അതെങ്ങനെ ക്യൂർ ചെയ്തു, അതിന്റെ ചികിത്സ, അതിന്റെ സൂചി വരെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണാം. ഇതെന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ ആദ്യമായിട്ടുണ്ടായ ഫ്ലൈറ്റ്. ഇതെല്ലാം ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ നിന്ന് പൊക്കിയ സാധനങ്ങളാണ്. വിനായകനുണ്ട്, അതെ വിനായകനുണ്ട്, ഗണപതി ബപ്പ മോറിയ. ഇപ്പോഴും പണ്ടും ഈജിപ്ത്, ഇന്ത്യ, അറബ് കൺട്രീസ് ഒക്കെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് ജ്വല്ലറി യൂസ് ചെയ്യുന്നത് വളരെയധികം ഉണ്ട്. അപ്പൊ ഈജിപ്ഷ്യന്റെ ഓരോ പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം എന്തൊക്കെ തരം പ്രഷ്യസ് സ്റ്റോൺസിലുള്ളത് അല്ലാത്തതിലും ഗോൾഡ് ജ്വല്ലറീസ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. കുഞ്ഞു മാലകള്, വള, ഇതൊക്കെ കണ്ടോ, വളയുടെ പാറ്റേൺ ഒക്കെ. തീർന്നില്ല ജ്വല്ലറി കളക്ഷൻ. എന്ത് ഭംഗിയുള്ള ജ്വല്ലറിയാ നോക്കിക്കെ. മേക്കപ്പും ബ്രൈഡും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ക്രൈസ് തന്നെയാ. ഈ മ്യൂസിയത്തിൽ ജ്വല്ലറി മാത്രമല്ല ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ വീണ്ടും ഹിപ്പ് ചെയിൻ ആണെന്ന് തോന്നുന്നു. അടുത്തൊരു പാറ്റേൺ. എല്ലാം വീഡിയോ എടുക്കാൻ നിന്നാൽ നടക്കില്ല, അതുകൊണ്ട് ഓടിച്ച് കുറച്ച് ജ്വല്ലറീസ് മാത്രമേ ഞാൻ കാണിച്ചു. പിന്നെ ഒരു സാധനം കൂടെ കാണിക്കാം. നമുക്ക് 5000 വർഷം പഴക്കമുള്ള ഒരു മമ്മി കാണാം. ഇതൊക്കെ മമ്മിയുടെ കോഫിൻസ് ആണ്. ഇതൊക്കെ
ആൺമമ്മി, പെൺമമ്മി, കുട്ടിമമ്മി. ഇത് ക്ലിയോപാട്രയുടെ മമ്മിയാണ്. ഇതിന്റെ സ്കാൻ ചെയ്തത് ഇതാണ്. സ്കെലിറ്റൻ എല്ലാം കാണാം. വായൊക്കെ തുറന്നു വെച്ചാൽ കിടക്കുന്നതെന്ന് പറയുന്നത് ഇതാണ്. ഓരോരുത്തരുടെ കോഫിൻസ് തീരുമാനിക്കും അവർ എത്രത്തോളം റിച്ച് ആണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന്. കാര്യം ഇത് ഫുൾ ഗോൾഡിലെ കോഫിനാണ്. കണ്ടോ, ഫുൾ പ്രേതങ്ങൾ തന്നെ. എന്റെ ദൈവമേ, അങ്ങനെ മരിച്ച അതേ സ്ട്രക്ചറിൽ അതുപോലെ കിടപ്പുണ്ട്. വിത്തിൻ ടെമ്പറേച്ചർ, നെയിൽസ്, ഹെയർ എല്ലാം എപ്പോഴും ഉണ്ട്. അതിലോ 5000 years മുമ്പ് തലയിൽ മുടിയുണ്ട്, തലയിൽ മുടിയും ഒക്കെ ഉണ്ട്. കൊന്നതാണ്. 5000 വർഷം പഴക്കമുണ്ട്. ഇതിപ്പോ സ്റ്റാബ് ചെയ്തതൊക്കെ കാണാൻ പറ്റും. ബാക്കിൽ പോയത് നോക്കാം. കണ്ടോ, തലയോട്ടി പൊട്ടി മരണം സംഭവിച്ചത്. ഇതാണ് ലണ്ടന്റെ ബ്ലാക്ക് ടാക്സി. ഇതിന് 1 മിനിറ്റിന് ഏകദേശം 12 പൗണ്ട്, അതായത് 1200 രൂപയാണ് ഇതിൽ ട്രാവൽ ചെയ്യാൻ. അതായത് ലണ്ടന്റെ പ്രൈഡ് ആണ് ഈ ബ്ലാക്ക് ടാക്സി എന്ന് പറയുന്നത്. നമ്മൾ ഈ ബസ്സിലാണ് ലണ്ടൻ ലൈറ്റ് കാണാനായിട്ട് പോകുന്നത്. ഹാപ്പി ബർത്ത്ഡേ അമ്മിനി. അല്ല, പാപ്പും മമ്മിയാണ് റെഡി ആക്കുന്നത്. നമുക്കിത് കാണാം. അമ്മിനിയുടെ ബർത്ത്ഡേ ഗെറ്റ് റെഡി. അമ്മിണി ഇന്ന് സ്കോട്ട്ലൻഡ് ഡ്രസ്സിലാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ അമ്മി? Yes. എന്തൊരു സന്തോഷാണ്. എന്തെന്താ അമ്മി, ഇതെന്താ? ഓ, ഇത്രയും മുടി പോരെ? മതി മതി. അമ്മിനിയുടെ ബർത്ത്ഡേ ആക്സസറീസിൽ നമ്മൾ 3D എന്താ നെയിൽ എക്സ്റ്റൻഷൻ ആണ് റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെക്കാൻ പോവാ അമ്മിനിക്ക്. ഇന്നത്തെ അംഗത്തിനായി വാനരപ്പടകൾ ദേ ഇവിടുന്ന് പോവാണ്. ഇതാ ഞാനും ഉണ്ട്. ഫേസിലെ പെർഫെക്ഷൻ നോക്കിക്കേ. വാക്സ് കൊണ്ടുള്ള ഇതിലേത് പ്രതിമ, ഏത് മനുഷ്യൻ? ഇത് കണ്ടാ പറയോ ഇത് മനുഷ്യനല്ല വാക്സ് ആണെന്ന്? ദേ ഉണ്ടോ? പ്രിയങ്കൻ ചോപ്ര തടവി നിൽക്കുന്നു. ഇവിടെ വന്നിട്ടും ഇതിനെയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കും. അമ്മണി, അമ്മ ചേച്ചിയുടെ ഒരു കട കാണിച്ചു തരാം. നോക്കിക്കേ. അമ്മയ്ക്ക് ഒരു കട ഉണ്ടോ? നമ്മള് ലണ്ടൻ ഐല് കേറാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നതിൽ കേറണം. ഇത് സിംഗപ്പൂർ ഐയുടെ അതേ മോഡലിലാണ്. ബിഗ് പെൻ ലണ്ടൻ ഐന്ന് കാണുന്ന ഓരോ ദൃശ്യങ്ങളാണ്. ഇനി ഇതിന്റെ ടോപ്പിലേക്ക് നമ്മൾ മീഡിയം ഹൈറ്റിൽ പോയാൽ നമുക്ക് ഇനിയും പേടി കാണാമോ? ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും 100, 500 വർഷം പഴക്കമുള്ളതാണ്. ലണ്ടൻ ഐയുടെ ഏകദേശം നമ്മള് ടോപ്പിൽ എത്താനായിട്ട് പോവും. അതേ ഇപ്പൊ എത്തും. Going to celebrate Ammini's birthday. Ammini kutti. London Bridge. Ammini going to celebrate 7th birthday near The London Bridge. the London Bridge. ദേ കേക്ക് കട്ടിങ്ങിന് വേണ്ടി പപ്പു മാമി ഇവിടെ ഇതെല്ലാം ശരിയാക്കി ലണ്ടൻ ബ്രിഡ്ജിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നമ്മള് ദേ അമ്മണിക്കുട്ടിയുടെ 7th ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. കേക്ക് കട്ട് ചെയ്യാം. Happy birthday to you. Happy birthday to Ammini. Happy birthday to you. Can I get one strawberry chocolate?
on our way back home.